പക്ഷെ എവിടെയോ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആഗ്രഹിച്ചതല്ലേ, നമ്മള് വേണ്ടാന്ന് വെച്ചതല്ലേ എന്നൊക്കെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ഫേക്ക് കോൾ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുക 30 വർഷമായിട്ട് ഫിലിമിലുള്ള ഒരാളുടെ മകളായ എനിക്ക് അങ്ങനൊരു കോള് വരണമെങ്കിൽ എത്ര പെൺകുട്ടികൾക്ക്, എത്ര ആൾക്കാരുടെ കോൾസ് വരുന്നുണ്ടാവും. ഇഫ് യു ആർ ദ ഡയറക്ടർ, യു ഹാവ് എ സേ ഇൻ ഇറ്റ്. യു ഹാവ് ടു ബി ബോൾഡ് ഇനഫ് ടു പുട്ട് ദാറ്റ് ഫോർവേഡ്. എനിക്ക് എന്റെ മനസ്സിലുള്ള സാധനം കിട്ടണ വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തന്നെ പറയണം. ഒരു പരിചയവും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ ഒരു ഫ്രണ്ട് പോലും ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത പെൺകുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ടാവും. Hi, this is Uttara. Welcome to today's video. First of all, thank you so much for all the love that we got for Baba. Baba എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു പീസ് ഓഫ് മൈ ഹാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ബാബ എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസും ഫോർ എവറി ഡയറക്ടർ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത്രയും അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. അത്ര അധികം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് തന്നെയായിരിക്കും, ഇത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്രയും എൻ്റെ ഒരു ഹാർട്ട് ആൻഡ് സോൾ കൊടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അത് ഇത്ര അധികം ആക്സെപ്റ്റൻസ് അതിന് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ചാനലിൽ അത് റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാരണം ഇത് വേണ്ട പോലെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുമോ? കാരണം ഞാൻ അത്ര ആക്റ്റീവായിട്ട് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ എത്രത്തോളം ഇത് റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ആൾക്കാർ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇത് യൂഷ്വലി ഷോർട്ട് ഫിലിംസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ അതിന്റെ ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് പേടിയോടുകൂടെയാണ് ഞാൻ അത് റിലീസ് ചെയ്തത്. പക്ഷെ എന്നാലും വളരെ നല്ല റീച്ച് നമുക്ക് കിട്ടി. വളരെയധികം ലവും സപ്പോർട്ടും എനിക്ക് കിട്ടി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷം തോന്നിയത് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറെ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു. മൂവീസിലേക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവുന്ന കുറെ കോൾസിനെ പറ്റിയും മെസ്സേജസിനെ പറ്റിയിട്ടും അവർക്കൊക്കെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒക്കെ പലരുടെയും കോൾസ് വരുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനെ പറ്റിയും. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പലരും പറഞ്ഞു. പലർക്കും ഇതൊരു മെസ്സേജ് ആയിട്ടും കൂടെ കൺവേ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നതാണ് ഇതിന്റെ ഒരു സക്സസ്. കാരണം നമ്മുടെ നാട്ടിലെന്നല്ല, ഓൾ ത്രൂ ഔട്ട് ഇൻ എവറി ഇൻഡസ്ട്രി കുറേ ഫേക്ക് കോൾസും കുറേ ഫേക്ക് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. അതിപ്പോൾ മലയാളത്തിലെന്നല്ല, തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും ഹോളിവുഡിലും ഉണ്ടാവാം. എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പെൺകുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വൾനറബിലിറ്റിയെ മുതലെടുക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു മെസ്സേജ് ആയിട്ടും കൂടിയാണ് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്. പലപ്പോഴും എല്ലാത്തിനെയും നമ്മൾ വിശ്വസിക്കരുത്. എല്ലാം നമ്മൾ ഒന്നും കൂടെ ഒന്ന് രണ്ടാമത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏതൊരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഗ്രാബ് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാവരും തട്ടിപ്പുകാരല്ല എന്നും കൂടി ഒരു മെസ്സേജ് ഇതിൽ പറയുന്നുണ്ട്. പലതും നമ്മളുടെ ഉള്ളിലുള്ള സംശയവും നമ്മുടെ ഉള്ളിലുള്ള പേടിയുമാണ്. നമ്മൾ ന്യൂസിലും പലയിടത്തും പല വാർത്തകളും കേട്ടിട്ട് നമ്മളെല്ലാവരെയും ഒരു സംശയത്തോടു കൂടെ കാണുന്ന ഒരു കണ്ണും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ രണ്ടും ബ്ലാക്ക് ഓർ വൈറ്റ് അല്ല, ഇറ്റ്സ് എ ഗ്രേ ഏരിയ. അപ്പൊ ആൾക്കാര് പീപ്പിൾ ആർ ഓൾസോ ഗ്രേ, പീപ്പിൾ ആർ നീദർ ബ്ലാക്ക് നോ വൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ബാബ എന്നുള്ള
ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. എൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5-6 ഇയേഴ്സ് മുമ്പേ എനിക്കൊരു ഒരു മെസ്സേജ് വന്നു. ഞാൻ ആന്റണി പെരുമ്പാവൂരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ആളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എന്തോ എനിക്കൊരു ഇൻറ്റ്യൂഷൻ പെട്ടെന്ന് തോന്നി. വഴിയില്ലല്ലോ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, പ്രോജക്ട്സ് ഒക്കെ എങ്ങനെ പോകുന്നു, ഇപ്പൊ എവിടെയാണ്, ചെന്നൈയിലാണോ? വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കും, ഇവർക്ക് നമ്മളെ അറിയോ, നമ്മളെ അറിഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തതാണോ? അപ്പൊ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ദേ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ താങ്ക്ഫുള്ളി അമ്മയുടെ കയ്യിൽ ഒറിജിനൽ നമ്പർ ഉണ്ടായിരുന്നു. അമ്മ അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കി അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കുകയും ഉണ്ടായി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ഫേക്ക് കോൾ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുക, 30 വർഷമായിട്ട് ഫിലിമിലുള്ള ഒരാളുടെ മകളായ എനിക്ക് അങ്ങനൊരു കോള് വരണമെങ്കിൽ എത്ര പെൺകുട്ടികൾക്ക്, എത്ര ആൾക്കാരുടെ കോൾസ് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇമ്രാൻ ഹഷ്മിയുടെ ഫിലിമിൽ അഭിനയിക്കാനായിട്ടൊരു കോള് വന്നു, കാസ്റ്റിംഗ് കോള് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ലെവൽ ഓഡിഷന് പോയി. ഓഡിഷന് പോയതിനു ശേഷം അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 2-3 റൗണ്ട്സ് ഉണ്ടാവും. പല പല ടൈപ്പ് ഓഫ് ഓഡിഷൻസ് ആണ്. അപ്പൊ ആദ്യം ജസ്റ്റ് ഒരു ആക്ടിങ് സ്കില്ല് പോലെ, പിന്നെ അവർക്ക് ഡാൻസിനെ കുറിച്ച് അറിയണം, അങ്ങനെ പല പല സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ പല റൗണ്ട്സ് ഉണ്ടാവും. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഓരോ റൗണ്ടിന് പോകുമ്പോഴും ഒക്കെ. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അങ്ങനൊരു കമ്പനിയും ഇല്ല, അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഏജൻസിയും ഇല്ല, അത് മൊത്തം ഒരു തട്ടിപ്പായിരുന്നു. അപ്പൊ അങ്ങനെ പല പല ഇൻസിഡൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. തമിഴിലും കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതുപോലെ തന്നെ ഇത്രയും ഇൻഡസ്ട്രി ആയിട്ട് പരിചയമുള്ള ഒരു ഫിലിം ഫാമിലിന്ന് വന്ന ഒരാൾക്ക് അത്രയധികം എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു പരിചയവും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ ഒരു ഫ്രണ്ട് പോലും ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത പെൺകുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചിലപ്പോ പല ഇതിലും പോയിട്ട് എന്താ ഫേക്ക് കോൾസിനും ചിലപ്പോൾ വീണ് പോകുന്നുണ്ടാവും. നമുക്ക് അവസാനം നമുക്കൊരു അവസരം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ 2-3 തവണ ആലോചിക്കാതെ തന്നെ ചാടിക്കറി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു സബ്ജക്ട് ചെയ്തതും. ഇതൊരു ഐ ഓപ്പണർ ആവണം പലർക്കും. എന്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ട് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരുപാട് ഫേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ജാഫർ സാർ തന്നെ വേണമായിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ തന്നെ തോന്നിയതാണ്. എഴുതി വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു മുഖം തന്നെയായിരുന്നു. കാരണം സാറിന്റെ ഏത് മൂവീസ് എടുത്താലും, പ്രത്യേകിച്ചും കൂമനിലത്തെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ വളരെ വലിയൊരു ഫാനായി മാറിയതാണ്. ഈസ് എ വേഴ്സറ്റൈൽ ആക്ടർ. അപ്പൊ തന്നെ ഞാൻ അമ്മയുടെ അടുത്തും ചോദിച്ചു പരിചയമുണ്ടോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ അങ്ങനെ അമ്മ വിളിച്ച് ചോദിച്ചു. അപ്പൊ തന്നെ ഞാനും സാറിനെ വിളിച്ചു. ഹി വാസ് വെരി ഫ്രണ്ട്ലി. അപ്പൊ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എന്നെ സാർ എന്നൊന്നും വിളിക്കണ്ട, ഇക്കാന്ന് വിളിച്ചാൽ മതി, എപ്പോഴാ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം, ചെയ്യാം എന്ന് പറഞ്ഞു. ആൻഡ് ദ ബ്രില്യൻസ് ഓഫ് ദാറ്റ് ആക്ടർ ഇസ് ദാറ്റ് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും അല്ല പറയാ. പലതും ഓൺ ഇൻപുട്സ് ആയിരിക്കും. ആ ഡയലോഗിനെ തന്നെ അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ മാറ്റി ആ ക്യാരക്ടറിന് എത്രത്തോളം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നോ അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പ്രസന്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു 101% നമുക്ക് അവിടെ റിസൾട്ട് കിട്ടിയത് തീർച്ചയായിട്ടും ജാഫർക്കയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ്. പിന്നെ റോസ്മിയാണ് ഇതിൽ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു വളരെ നിഷ്കളങ്കമായ ഇന്നസെന്റ് ഫേസ് ഉള്ള ഒരു കുട്ടി വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറെ ഇതുപോലെ മോഡൽ കോർഡിനേറ്റേഴ്സിനോടൊക്കെ ചോദിച്ചു, ഫ്രണ്ട്സിനോടും പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചു. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുന്ന ഫേസസിനൊന്നും അത്രയ്ക്കും ഒരു നിഷ്കളങ്കത, ഒരു ഒന്നും അറിയാത്ത ഒരു ഭയങ്കര ഒരു ഇന്നസെന്റ് ഫേസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ റോസ്മിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കുട്ടി, വളരെ നെയ്വായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. അപ്പൊ വന്ന് സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ സിനിമയെ കുറിച്ചോ അങ്ങനത്തെ ഒന്നും ടെക്നിക്കലി പലതും അറിയാത്ത ആ ഒരു ഇന്നസെൻസ് തന്നെയാണ് എനിക്ക് അവിടെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത്. ബട്ട് ഈസ് എ മിസ് കേരള റണ്ണർ അപ്പ്. ഇപ്പൊ ഒരുപാട് മോഡലിംഗ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പാജൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റോസ്മീനെ കിട്ടി. ഞങ്ങൾ കുറെ റിഹേഴ്സൽസ് ചെയ്തു. അങ്ങനെയാണ് റോസ്മീനെ
കാസ്റ്റ് ചെയ്തത് ഇതിലേക്ക്. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസിനെ പറ്റി പറയുകയാണെങ്കിലും അഴകപ്പൻ സാർ ആണ് ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തത്. ഒരുപാട് വലിയ മൂവീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ആണ്. ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒക്കെ ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരാള്. വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാള്. നമ്മുടെ ഒരു ചെറിയ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ സാറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫീച്ചർ ആണോ ഷോർട്ട് ഫിലിം ആണോ എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ അവിടെ ഒട്ടും കാണിക്കാതെ തന്നെയാണ് വർക്ക് ചെയ്യുക. ഒരു ഫീച്ചർ ഫിലിമിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസും അത്രയും എന്താ ജെന്യുവൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും ഇതിലേക്കും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പല കാര്യങ്ങളും ഞാൻ പറയും മതി സാർ ഇത്രേ ആവശ്യമുള്ളൂ, അത് അത്രയ്ക്കൊക്കെ മതി എന്ന് പറയുമ്പോഴും അത്രയ്ക്കൊക്കെ മതി എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഷോട്ട് എപ്പോഴാണ് കിട്ടുന്നത് അതുവരെ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാണ്ട് നമ്മൾ അത് ബഡ്ജറ്റിൽ കോംപ്രമൈസ് ചെയ്യരുത്, ടൈമിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പൊ ഷോർട്ട് ഫിലിം ആകുമ്പോൾ നമുക്ക് ടൈമിന്റെ പല ലിമിറ്റേഷൻസും ഉണ്ടല്ലോ. ഒരു സിനിമ പോലെ നമുക്ക് അത്രയും സമയമെടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു 2 days കൊണ്ട് ഇത്ര അധികം കാര്യങ്ങൾ എടുത്ത് തീർക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും സാറ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വിചാരിക്കരുത്, ഒരു എക്സ്ട്രാ ഡേ വന്നാലും നമുക്ക് ആവശ്യമുള്ള ഷോട്ട് കിട്ടണ വരെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം എന്നാണ്. അതെനിക്കൊരു വലിയൊരു ലെസൺ തന്നെയായിരുന്നു. കാരണം മൂവിങ് ഫോർവേഡ് നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുകയാണെങ്കിലും ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ബിക്കോസ് ഒരിക്കൽ എടുത്തു വെച്ച ഒരു സാധനം ഇറ്റ് സ്റ്റേസ് ദയർ ഫോർ എവർ അല്ലെ. ഇപ്പൊ ഒരു സിനിമ ആയാലും നമ്മളിപ്പോ ഒരു 10 years 20 years കഴിഞ്ഞ് കാണുമ്പോഴും ആ ഫിലിം അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ അന്ന് ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ട് ഒരു ഷോട്ട് കോംപ്രമൈസ് ചെയ്തത് 20 years later നമുക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. എടുക്കേണ്ടത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഫുള്ളി കിട്ടുന്ന വരെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതൊരു ലേണിംഗ് ലെസൺ ആയിരുന്നു. പിന്നീട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എഡിറ്റർ ബസോദാണ് എഡിറ്റ് ചെയ്തത്. ബസോദിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ചിലത് മുഖത്തടിച്ച പോലെ പറയും, ഇത് ശരിയാവില്ല, ഇത് വർക്കൗട്ട് ആവില്ല, ഇത് തീരെ പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് എൻ്റെ അടുത്തും ഇതുപോലെ പറഞ്ഞൊരു അഡ്വൈസ് ആയിരുന്നു, ഉത്തരയുടെ ഈ സോഫ്റ്റ് നേച്ചർ ഒന്നും ഫീച്ചർ ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ഇത് പോരാട്ടോ, കുറച്ചും കൂടെ നമ്മൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയണം. നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. അല്ലാണ്ട് അവരെന്ത് വിചാരിച്ചാലോ അല്ലെങ്കിൽ അവരെന്നെക്കാട്ടി സീനിയർ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ ദ ഡയറക്ടർ യു ഹാവ് എ സേ ഇൻ ഇറ്റ്. അതുകൊണ്ട് യു ഹാവ് ടു ബി ബോൾഡ് ഇനഫ് ടു പുട്ട് ദാറ്റ് ഫോർവേഡ്. എനിക്ക് എന്റെ മനസ്സിലുള്ള സാധനം കിട്ടണ വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായി മാറി ബസോദ്. എല്ലാ സ്റ്റേജിലും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മ്യൂസിക് ചെയ്തത് മെജോ ജോസഫ് ആണ്. മെജോ ചേട്ടൻ ഇതുപോലെ നോട്ട്ബുക്ക് ഫിലിം ഇറങ്ങിയ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലാണ് അന്ന്. അപ്പോ അന്ന് ആ ഹൃദയവും സോങ് അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് അവർ അബോർഷനൊക്കെ പോകുമ്പോഴത്തേക്കും ആ ടെൻഷൻ, ആ കുട്ടി മരിക്കുമ്പോഴും ആ ടെൻഷൻ സീക്വൻസസ് ഒക്കെ ശരിക്കും ആ മ്യൂസിക്കിന്റെ ഒരു ക്വാളിറ്റി കാരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ സിനിമ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമ എടുത്തു നിന്നത്. ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ അതിലത്തെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോൾ തന്നെ ഒരു തരം ഗൂസ് ബംസ് വരും. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. സോ ഹി വാസ് വെരി പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. പലതവണ ഞങ്ങൾക്ക് റീവർക്ക് ചെയ്യാനും എൻ്റെ ഇൻപുട്സിനനുസരിച്ച് വർക്ക് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും ഒരു ഫൈനൽ ഔട്ട്കം ഏറ്റവും നന്നായിട്ട് വരിക. പിന്നെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ രേഷ്മ ആൻഡ് രാജേഷ് ഗോപാലൻ, രാജേഷ് ഏട്ടൻ ഞങ്ങൾ വിളിക്കാറുള്ളത്, എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കാറുണ്ട്. ആർട്ട് വർക്ക് ആണെങ്കിലും സൗണ്ട് ചെയ്തതും രാജേഷ് ഏട്ടനാണ്. പല ചെറിയ ചെറിയ കാര്യങ്ങളും എൻ്റെ അടുത്തൊരു എന്തിനാണ് പൈസ കൊടുത്ത് പുറത്ത് ചെയ്യിപ്പിക്കണേ, ഞാൻ ചെയ്തു തരാമല്ലോ എന്ന്. രാജേഷ് ഏട്ടന് അറിയാത്ത കാര്യങ്ങളില്ല. ടെക്നിക്കലി ആണെങ്കിലും പലതും എല്ലാം ചെയ്തു തരും. അപ്പൊ അങ്ങനെ ചില കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്സ് ആണ് നമുക്ക് എപ്പോഴും ഒരു സിനിമ, ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഇറ്റ്സ് ഓൾ എ ടീം വർക്ക്. പിന്നെ നമ്മൾ DI ചെയ്ത വിസ്ത എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് DI ചെയ്തത്. സാബു അങ്കിളിന്റെ സ്റ്റുഡിയോ ആണ്. സാബു അങ്കിൾ എൻ്റെ വളരെ വർഷം ആയിട്ട് എനിക്കറിയാവുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ പാർട്ട്ണർ ആയിരുന്നു. അപ്പൊ ഏറ്റവും ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരും അവിടുത്തെ ബാക്കി ടെക്നീഷ്യൻസ്, ഗോകുൽ, രമേശ് ഏട്ടൻ എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ VFX ചെയ്ത വിവേക്,
അങ്ങനെ കുറേ പേരെ എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. ഷോർട്ട് ഫിലിമായിട്ട് പോലും ഇത്രയധികം ആൾക്കാരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പം എല്ലാരോടും വെരി ബിഗ് താങ്ക്സ് ഫോർ മേക്കിംഗ് ദിസ് പ്രോജക്റ്റ് എ ഹ്യൂജ് സക്സസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്കൊരു ഫിലിം ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ആവശ്യമുള്ളത് അതിൻ്റെ ഫണ്ടിങ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം നിതേഷിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സിനിമയിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ കുറച്ച് ഞാൻ വേണ്ടാന്ന് വെച്ച ഒരു ഫീൽഡാണ്. എന്നിട്ട് ഞാൻ ഡാൻസിലേക്ക് വന്നു. ഡാൻസിൽ എൻ്റെ ഡാൻസ് സ്കൂൾ തുടങ്ങി, പെർഫോമൻസസ് ആയി. അപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആസ് എ പ്രൊഫഷൻ ഞാൻ ഡാൻസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു, സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആഗ്രഹിച്ചതല്ലേ, നമ്മൾ വേണ്ടാന്ന് വെച്ചതല്ലേ എന്നൊക്കെ. പക്ഷെ എന്താന്നറിയില്ല, നിതേഷിനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് നിതേഷിന് ഞാനൊരു ഡയറക്ടർ ആവണം എന്നോ അല്ലെങ്കിൽ തിരിച്ച് ഒരു ഫിലിം മേക്കർ ആയ രീതിയിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എന്നോട് പറയും, ഡാൻസർ ആയിട്ട് മാത്രം അറിയപ്പെടേണ്ട ആളല്ല, സിനിമ ചെയ്യണം, എഴുതണം. അപ്പൊ എന്നോട് എപ്പോഴും പറയും, വെറുതെ ഇരിക്കുകയാണോ, എഴുതിക്കൂടെ എന്തെങ്കിലുമൊക്കെ, എന്തെങ്കിലും കഥയൊക്കെ എഴുതിക്കൂടെ എന്നൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കും. അപ്പോ അങ്ങനെ എന്തോ ഒരു മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ പിന്നെയും എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ എഴുതി ഒരു ബുക്ക് എഴുതി ഞാൻ. പ്രഗ്നൻസി മെമ്മോയർ എന്ന് പറഞ്ഞ ബുക്ക് റിലീസ് ചെയ്തു. അത് എൻ്റെ പ്രഗ്നൻസി സമയത്ത് എഴുതിയ ബുക്കായിരുന്നു. അതിനുശേഷം ഒരു കുട്ടിക്ക് ഒരു 6 months ആയപ്പോഴാണ് ഞങ്ങൾ ഡൽഹി ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്തത്. അപ്പോ അങ്ങനെ എഴുത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെയും ഒരു സിനിമ ചെയ്യണം, സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് എഴുതണം എന്നൊക്കെ നിതേഷ് എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതി. ഇതൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് ആദ്യം ഞാൻ എഴുതി വെച്ചൊരു സബ്ജക്റ്റ് ആയിരുന്നു ഈ ബാബ. കുറെ ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും അതില് നമുക്കൊരു കോൺഫിഡൻസ് വരാനോ അല്ലെങ്കിൽ പല തടസ്സങ്ങൾ വരാനോ, ഒരു ഫുൾ ഫീച്ചർ എഴുതാനുള്ളൊരു സെക്യൂരിറ്റി എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ടെങ്കിലും ചെയ്ത് നോക്കാം എന്നിട്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ തന്നെ ഹി വാസ് റിയലി ഇൻട്രസ്റ്റഡ്. ഹി സെഡ്, അതിനെന്താ, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ 2 ഫ്രണ്ട്സ്, അഹമ്മദും അനൂപേട്ടനും, രണ്ടുപേരുമാണ് ഞാൻ ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവർക്ക് അയച്ചു കൊടുത്ത് ആസ് എ സിനോപ്സിസ് എഴുതിയത് അയച്ചു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും ഇതുപോലെ തന്നെ എന്തായാലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ചുറ്റും മേ ബി ഒരാളുണ്ടായാലും മതി, നമുക്ക് സംബഡി ഹു ബിലീവ്സ് ഇൻ യു. നമ്മളൊരു സാധനം എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്, ഗോ അഹെഡ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. അച്ഛനും അമ്മയും എപ്പോഴും പറയും, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അച്ഛനും അമ്മയും പറയുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മ പറഞ്ഞാലും എനിക്ക് വേറൊരാളും കൂടെ പറയുമ്പോഴേ അതിനൊരു ട്രൂ കോൺഫിഡൻസ് എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചില ഫ്രണ്ട്ഷിപ്സ് കാരണമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫിലിം ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബട്ട് ഐ തിങ്ക് സിനിമ എന്ന് പറയുന്നത് കുറെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മളുടെ മാത്രം ഒരു ആഗ്രഹത്തിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. അതിനൊരു ടീം വർക്ക് വേണം, അതിനൊരു സമയം വേണം, നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആക്ടറുടെ ഡേറ്റ് കിട്ടണം. അപ്പോൾ അതെല്ലാം കൂടെ ക്ലാഷ് ആവാതെ ഒരു പ്രത്യേക മൊമെന്റിൽ അതൊരു നിമിത്തമായി വന്ന് വീണാൽ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥനയുമുണ്ട്. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാവരും ബാബ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. എസ്പെഷ്യലി ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല, ഈവൻ ഫോർ ബോയ്സ്. ബിക്കോസ് നമുക്ക് ഇങ്ങനത്തെ ഫ്രോഡുകൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രോഡും ആവാമല്ലോ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സെക്ഷൽ അബ്യൂസ് മാത്രമല്ല, പലരും പൈസയ്ക്ക് വേണ്ടി പല തട്ടിപ്പും നടത്തുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
ചിലപ്പോൾ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു റോള് തരാം, ഒരു ഇങ്ങനൊരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഓഫേഴ്സ് നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മോഡലിങ്ങോ സിനിമയോ ഡാൻസോ അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും യു ഷുഡ് ലെറ്റ് ദം നോ. ഇതൊരു മെസ്സേജായിട്ട് തന്നെ എനിക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. സോ എന്തായാലും അയച്ചു കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച്.